ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനും വാമനും ഒക്കെ ആണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പത്തിന് നമ്മുടെ മാർക്കോയും ലോപ്പസ് ആണെങ്കിൽ അവരെ കൈയോടെ തന്നെ പൊക്കിയിട്ട് നമ്മുടെ മാർക്കോയുടെ ഒരു ഗോഡൗണിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ലെന്നും ഇനി എൻ്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് ഞാൻ വിധിക്കാൻ പോകുന്നതെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്. പ്രതാപൻ്റെ മുഖത്ത് നല്ല കാരണം നോക്കി പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വാമൻ പറയുന്നുണ്ട്, പൊന്നുമോനെ എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ വാമനോട് പ്രതാപൻ പറയുന്നുണ്ട്, ഇവനാണ് എല്ലാത്തിനും തെറ്റുകാരൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ദാ ഈ നിൽക്കുന്ന വാമനാണ്. നിങ്ങൾ എന്തിനാണ് കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നത്? അവരെ കൊന്നതുപോലെ ഇഞ്ചിഞ്ചായിട്ട് തന്നെ നിങ്ങളെ ഞാൻ മരിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. അവിടെയായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കഴിയാൻ പോകുന്നത്. ഒരാൾ വന്നു പോലും നിങ്ങളെ രക്ഷിക്കാൻ കൂട്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കോ ആണെങ്കിൽ. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കുന്നത്? സ്വന്തമായി ജീവിച്ചുകൂടെ? ഇനിയെങ്കിലും ഈ പാവങ്ങളൊക്കെ ഈ വയസ്സാം കാലത്ത് നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി തീർക്കുക എന്നൊക്കെ മാർക്കോ ചോദിക്കുന്നുണ്ട്, പ്രതാപനോടും വാമനോടായിട്ടാണെങ്കിൽ. അങ്ങനെ പ്രതാപനോടായിട്ടാണ് അവിടെ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുണ്ടല്ലോ, അവൾക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അവളങ്ങനെ ജീവിക്കും സുഖമായിട്ടൊന്നും അവൾ വിചാരിക്കേണ്ട. മഹിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി അവളെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ പോകുമെന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ട. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ വെറുതെ വിടണം. അവൾക്ക് എന്തെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് എനിക്കും കൂടെ ആയിട്ട് തരാം. അവളുടെ വീട്ടിലൊരു കുഞ്ഞുള്ളതാണ്, അതിനെങ്കിലും നീ ഉപദ്രവിക്കാതിരിക്കണം. അത്ര മാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ കരുണ കാണിക്കാൻ നിനക്ക് നല്ലതുപോലെ അറിയാം മാർക്കോ. നീ എന്തായാലും എൻ്റെ കുഞ്ഞിനോടും എൻ്റെ പേരക്കുട്ടിയോടും കരുണ കാണിക്കണം. അവർക്ക് എന്തെങ്കിലും ശിക്ഷ നീ വിധിച്ചിരുന്നെങ്കിൽ അത് നീ എനിക്ക് വേണ്ടി വിധിച്ചോ അതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മാർക്കോയോട് നമ്മുടെ പ്രതാപനായിട്ടാണെങ്കിൽ. അപ്പോഴേക്കും നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട്, താനെന്തായാലും ഇപ്പോൾ ഇവിടെ ഇരിക്കും, ജയിലിനകത്ത് നിന്ന് വന്നതല്ലേ ഉള്ളൂ, നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ട് ഞാൻ വരാം. അങ്ങനെ ലോപ്പസിനെ ഏൽപ്പിച്ച് മാർക്കോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. വന്നിട്ട് തൻ്റെയൊക്കെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലോപ്പസിനോടാണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ മേലാകെ മൊത്തം വേദനിച്ചിരിക്കുക. ഒന്നാമതേ ഇനിയിപ്പോൾ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് വേദനിപ്പിക്കരുതെന്ന് നീ മാർക്കോയോട് പറയണം. അപ്പം മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ആരെയും വേദനിപ്പിക്കാനൊന്നും പോകുന്നില്ലെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. എന്തായാലും നമ്മുടെ വൈദ്യൻ്റെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു കർക്കിടക മാസമല്ലേ, നല്ലൊരു ഉയിച്ചിലൊക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ സുഖമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നൊക്കെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ ഇങ്ങനെ പ്രതാപനോടായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രതാപനും വാമനാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം മാർക്കോ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരാളാണ്. അത് പിന്നെ കണ്ണിനും വഹിക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗ റൂമിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ഓരോ പദ്ധതികൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് എഴുന്നേറ്റ് നമ്മുടെ കണ്ണനെയും മഹിയും ഇല്ലാതാക്കാം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, പൊന്നുമോനെ നീ ഇനിയെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിർത്തി നല്ലതാവ്. അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ എന്നോട് നാണം തോന്നിയില്ലേ എന്നൊക്കെ ഉണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പം എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തിരുത്താനാണ് എനിക്കിപ്പോൾ ഈ ജീവിതമൊക്കെ ദൈവം തന്നിരിക്കുന്നത്. അതിലും ഞാൻ തെറ്റ് കാണിച്ചാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അച്ഛന് നമ്മളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ പേരിൽ ഒരു തരി സ്വത്തെങ്കിലും എഴുതി വയ്ക്കുമായിരുന്നു. എല്ലാം ആ കണ്ണൻ്റെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് എനിക്ക് അയാളോട് സ്നേഹം തോന്നുക? മാമനാണെങ്കിൽ അയാളെ കൊന്നത് വലിയ കാര്യമായിപ്പോയി. എനിക്കാണെങ്കിൽ അയാളെ കണ്ട പോലും ഓർമ്മയില്ല. പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടി എന്തിനാണ് എല്ലാവരെയും വെറുക്കുന്നത്? നീ നിൻ്റെ ഭാര്യ വീട്ടിലെ സ്വത്തും കണ്ടാണോ മോനെ ഇരിക്കുന്നതെന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛനെക്കുറിച്ച് ഒരിക്കലും നീ അങ്ങനെ പറയരുത്. ഒന്നും തന്നെ എൻ്റെ വീട്ടിലെ സ്വത്തുക്കളോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ സ്വത്തുക്കളോ ആയിരുന്നില്ല. എല്ലാം കണ്ണൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളാണ് അവൻ്റെ പേരിൽ തന്നെ എഴുതി വെച്ചത്. അതെങ്ങനെയാണ് നമ്മളുടെ പേരിൽ അവർ എഴുതി വയ്ക്കുക? അച്ഛൻ ഒരിക്കലും നിന്നെയൊന്നും വെറുത്തിട്ടില്ല, സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതൊന്നും നീ മറന്നു പോകരുത് ഉണ്ണി. നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ മരിക്കുന്ന മുന്നേ തൊട്ട് മുമ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതൊക്കെ നീ വഴിയെ അറിഞ്ഞോളൂ എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കുവാണെങ്കിൽ ദുർഗയോട് ഉണ്ണി പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റാൽ ഉറപ്പായിട്ടും ആ കണ്ണനെയും മഹിയെ ഞാൻ കൊന്നിരിക്കും, അതിലൊരു സംശയവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, നീയൊക്കെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നീയൊക്കെ ഇങ്ങനെയുള്ള ജീവിതം ജീവിച്ച് തീർക്കണമെന്ന് ആരോ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നല്ലത് പറഞ്ഞു തന്നാലും നീയൊക്കെ എന്തിനാണ് പിന്നീടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഉണ്ണി. നിൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. കണ്ണൻ ആ പൈസയും കൂടെ നിന്നിൽ നിന്ന് ഇല്ലാതാക്കും. അതുവരെയെങ്കിലും നീ ഒന്ന് അടങ്ങിയിരിക്കുക. നിൻ്റെ സ്വന്തം കാലും കൈയൊക്കെ ഒന്ന് നേരെ ആവുന്നവരെയെങ്കിലും നീ ഒന്ന്
ശത്രുക്കളോട് നല്ല രീതിക്ക് നിൽക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ നീ ആരോടാണ് ശത്രുത കാണിക്കുന്നത്? നിൻ്റെ സ്വന്തം ചേട്ടനോടാണോ? അവൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.